അല്ല പിള്ളേരെ, അപ്പം നമുക്ക് ഇന്ന് വെണ്ടക്ക മുളകിടുന്ന എങ്ങനെയാണ് നോക്കാം. അപ്പം അതിന് വെണ്ടക്ക, തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ശർക്കര, പുളി ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുക്, ഉലുവ ഇട്ടെടുത്തിട്ട് അത് പൊട്ടിച്ചിട്ടെടുക്കുക. എന്നിട്ടായിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് സാധനം ഉണ്ടല്ലോ മുറിച്ച ആ എല്ലാ സാധനവും ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടായിട്ട് അതിലേക്ക് നമ്മൾ ശർക്കരയും അപ്പം തന്നെ ഇട്ട് കൊടുക്കണം. ശർക്കര ഇട്ട് കൊടുത്തിട്ടായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു മഞ്ഞപ്പൊടിയോ കുറച്ച് മുളക് പൊടിയും ഇടാം. മുളക് പൊടി ആവശ്യത്തിന് ഇട്ടാൽ മതി. എത്ര എരിവ് വേണോ അതിനനുസരിച്ചിട്ട് വേണം അപ്പോൾ മുളക് പൊടി ഇടാനായിട്ട്. അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണമെല്ലാം നമുക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയല്ലേ ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് എന്താക്കണം, നമ്മൾ എടുത്ത് വെച്ച പുളി ഉണ്ടല്ലോ അത് ഞൗണ്ടിയിട്ട് അത് ഇട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്ത് വെള്ളം ഒഴിച്ചിട്ടായിട്ട് ഒരു 3 വിസിലടിക്കുക. കുക്കറിലിട്ടിട്ട് ഒരു 3 വിസിലടിച്ചതിന് ശേഷം വിസിലെല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കിയാൽ നമ്മൾ അടിപൊളി വെണ്ടക്ക മുളക് തയ്യാർ.